നിങ്ങളിൽ നിന്നൊരിക്കലും ഇത്തരത്തിലൊരു വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് കമൻറ്റുകളും മെസ്സേജുകളും എനിക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ആരുടെയും പ്രതീക്ഷകളെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പറയാൻ ആഗ്രഹമുള്ള, എനിക്ക് പറയാൻ ഇഷ്ടമുള്ള വിഷയങ്ങളാണ് ഞാൻ വീഡിയോ ആയി ചെയ്യുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. ഒരു ബസ്സിൽ വെച്ചൊരു പെൺകുട്ടിയോട് ഒരാൺ അപമര്യാദയായിട്ട് പെരുമാറി എന്നിരിക്കട്ടെ. അയാളുടെ വീട്ടിൽ ചെന്ന് അയാളുടെ അച്ഛനോടും അമ്മയോടും ഭാര്യയോടും സുഹൃത്തുക്കളോടും എല്ലാം ചോദിക്കുകയാണ്, ഇയാൾ ഇത്തരത്തിലുള്ള ഒരാളാണോ, ഇയാൾ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന റിപ്പോർട്ടർ മക്കളെ ആദ്യം തല്ലണ്ടേ. ഇതൊക്കെ പോട്ടെ, നിങ്ങൾ പറഞ്ഞതുപോലെ നടു റോട്ടിൽ ചത്ത് കിടക്കേണ്ട നായ്ക്കളെ പോലുള്ള ആണുങ്ങളിൽ ഒരാണ് എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, 99% ആണുങ്ങളും സ്ത്രീ സ്പർശം ആഗ്രഹിക്കുന്നവരാണ്. സ്ത്രീ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് ആരും വല്ലാതാവണ്ട. ഇവിടെ ഓപ്പോസിറ്റ് സെക്സ് എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ഇഷ്ടങ്ങളാണല്ലോ. എന്നിരുന്നാലും അവിടെയെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ് കൺസെൻറ്റ്. എങ്ങനെയാണ് കൺസെൻറ്റ്? ചില ആളുകൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് മൗനത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചിരിയിലായിരിക്കാം. എന്നിരുന്നാലും ഈ പറഞ്ഞ കൺസെൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് പലരും സാഹചര്യങ്ങൾ മുതലാക്കുന്നത്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു വലിയ ശതമാനം ആളുകളും. ഇനി നിങ്ങൾ അത്തരത്തിലൊരാളല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ 1% നിങ്ങൾക്ക് മാറി നിൽക്കാം. ഇനി സ്ത്രീകളുടെ കാര്യത്തിലേക്കൊന്ന് വരാം. തനിക്കിഷ്ടമുള്ള ഫീച്ചേഴ്സുള്ള, ഫാക്ടേഴ്സുള്ള ചില ഓപ്പോസിറ്റ് സെക്സ്, അത് പുരുഷന്മാരായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഈ പുരുഷന്മാർ തൊട്ടുരുമി നിൽക്കുന്നത് ഇഷ്ടമുള്ള 99% സ്ത്രീകളുമുണ്ട്. അവർക്കിഷ്ടമുള്ള ഫീച്ചേഴ്സും ഫാക്ടേഴ്സും ഉള്ള ആളുകളായിരിക്കണം എന്ന് മാത്രം. ഇനി നിങ്ങൾ അത്തരത്തിൽ പെടുന്ന ഒരാളല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ 1% നിങ്ങൾക്ക് മാറി നിൽക്കാം. ഇനി ഇതെങ്ങനെയാണ് ഒരു ക്രൈം ആവുന്നത്? നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയം ഒരാൾ നിങ്ങളോട് ചെയ്യുന്നുണ്ട് എങ്കിൽ, അത് സ്ത്രീ ആവാം പുരുഷനാവാം, അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ താല്പര്യമില്ലായ്മ അവരെ അറിയിക്കുക എന്നതാണ്. എന്നിട്ടും അവർ വീണ്ടും അതേ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ പ്രതികരിക്കേണ്ട സമയമാണ്. ഇനി പ്രതികരിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ചുറ്റും കയ്യും കാലും മീശയും താടിയും ഒക്കെ ഉള്ള ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാനുള്ള നട്ടൽ ചിലപ്പോൾ അയാൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ.